മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ കെ ഗോപാലകൃഷ്ണൻ കള്ളം പറയുന്നുവെന്ന് പോലീസ് റിപ്പോർട്ട്. കെ ഗോപാലകൃഷ്ണൻ മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് ആരോപിക്കപ്പെടുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഇതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് വ്യാപക വിമർശനത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയും ഗോപാലകൃഷ്ണനെതിരെ തെളിവുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഗോപാലകൃഷ്ണന്റെ ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായ തെളിവുകൾ പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനായി ഫോൺ ഹാജരാക്കാൻ നിർദ്ദേശിച്ചപ്പോൾ വാട്സ്ആപ്പ് ഇല്ലാത്ത മറ്റൊരു ഫോൺ ഹാജരാക്കിയതിന് പിന്നിൽ ഗുരുതരമായ നീക്കങ്ങൾ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതോടെ ഗോപാലകൃഷ്ണൻ 2 തവണ ഫോർമാറ്റ് ചെയ്ത ഫോണാണ് ഹാജരാക്കിയതെന്നും ഇത് അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പോലീസ് കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപ് തന്നെ ഫോൺ പലതവണ ഫോർമാറ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഗോപാലകൃഷ്ണനെതിരായ തെളിവുകൾ ഒളിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ കൃത്യമായ കുറ്റവിവരണങ്ങൾ ഒഴിവാക്കിയതും വലിയ ചർച്ചകൾക്ക് ഇടയാക്കി. വ്യാജ പരാതി നൽകിയതും തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങൾ നടത്തിയതുമൊക്കെ തെളിഞ്ഞിട്ടും സർക്കാർ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, ചാർജ് മെമ്മോ തയ്യാറാക്കിയതിൽ ഗുരുതരമായ പിഴവുകളാണ് ഉണ്ടായിട്ടുള്ളത്. വ്യാജ പരാതി നൽകി തെറ്റിദ്ധരിപ്പിച്ചുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചാർജ് മെമ്മോയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഹാക്കിംഗ് തെളിയിക്കുന്ന ഒരു തരി തെളിവ് പോലും ഇല്ലെന്ന് പറയുന്നു. ഒക്ടോബർ 31-നാണ് മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതേ ദിവസം തന്നെയാണ് ഗോപാലകൃഷ്ണൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് വിവരം. ശേഷം പോലീസിൽ പരാതി നൽകുന്നത് നവംബർ 4-നായിരുന്നു. പരാതി നൽകുന്നതിന്റെ തലേ ദിവസം ഫോൺ ഫോർമാറ്റ് ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ഗൂഗിൾ, മെറ്റ ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം സമഗ്രമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. തുടർന്ന് നവംബർ 9 തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. പിന്നീട് പോലീസ് മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി PV അൻവർ MLA രംഗത്തെത്തിയിട്ടുണ്ട്. കെ ഗോപാലകൃഷ്ണൻ IASനെതിരായ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള ബന്ധമാണെന്ന് PV അൻവർ MLA പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടിൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്ന് പോലീസ് പറയുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.